ചരിത്രപരമായി നമ്മളുമായിട്ട് വളരെയധികം അടുത്ത് നിന്നൊരു രാജ്യമാണ് ബംഗ്ലാദേശ്. ഒരു പരിധിവരെ പറഞ്ഞാൽ ബംഗ്ലാദേശിൻ്റെ ജനനത്തിന് നമ്മൾ ഒരു വലിയൊരു പങ്കാളിയായിരുന്നു, അതിനുള്ളൊരു സാഹചര്യം സൃഷ്ടിച്ചു കൊടുത്തു എന്നും നമുക്ക് പറയാം. നമ്മുടെ ഭൂഖണ്ഡത്തിൽ തന്നെ ഭാഗമായ ബംഗ്ലാദേശ് നമ്മളുമായിട്ട് എപ്പോഴും നല്ല സൗഹൃദവും പല രീതിയിലുള്ള ബന്ധങ്ങളും നിലപാടുകളും എടുത്തിരുന്നു. അതിൻ്റെ ഉദാഹരണമായിട്ട് സാമ്പത്തിക രംഗത്തുള്ള ബന്ധങ്ങൾ, വാണിജ്യ രംഗത്തുള്ള ബന്ധങ്ങൾ, സാംസ്കാരിക രംഗത്തുള്ള ബന്ധങ്ങൾ, മിലിറ്ററി ടു മിലിറ്ററി ബന്ധങ്ങൾ, ഇങ്ങനെ തുടങ്ങിയ നിരവധി ബന്ധങ്ങൾ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുണ്ട്. അതേസമയം അതിർത്തി കടന്ന് വരുന്ന അഭയാർത്ഥികളുടെ പ്രശ്നവും ചെറുതല്ലാതായിരുന്നു. കാരണം ഇത്രയും വലിയ അതിർത്തിയുള്ള മറ്റൊരു രാജ്യം നമ്മളുമായിട്ട് പങ്കിടുന്നില്ല. 4089 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഭാരതത്തിലെ 5 സംസ്ഥാനങ്ങളിലായിട്ടത് പടർന്നിരിക്കുകയാണ്. ഈ 5 സംസ്ഥാനങ്ങളിൽ പശ്ചിമ ബംഗാളിൽ തന്നെയാണ് പകുതിയിൽ കൂടുതലും. ബാക്കി ത്രിപുരയുണ്ട്, മേഘാലയയുണ്ട്, ആസാമുണ്ട്, മിസോറാമുണ്ട്. അപ്പോൾ ഇത്തരം സംസ്ഥാനങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു രാജ്യം, പ്രത്യേകിച്ച് അതിർത്തി ചില മേഖലകളിൽ അടയ്ക്കാൻ പറ്റാത്ത സാഹചര്യം, അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നുഴഞ്ഞ കയറ്റമോ അതല്ലെങ്കിൽ അഭയാർത്ഥിയുടെ പ്രശ്നമോ അതുമല്ലെങ്കിൽ തീവ്രവാദികളുടെ പ്രശ്നമോ അങ്ങനെ തുടങ്ങിയ അതിർത്തി ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിരുന്നു ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ. എന്നാലും അത് നിയന്ത്രിക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശ് ജനിക്കുമ്പോൾ തന്നെ ഏതാണ്ടെന്ന് 3 കോടി ജനങ്ങൾ ഇന്ത്യയിലേക്ക് കടന്നു കയറിയതായിട്ട് കണക്കാക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഈ അടുത്തുള്ള രാജ്യം സമൃദ്ധിയായി നിൽക്കുമ്പോൾ അന്നത്തെ ഏറ്റവും ലോകത്തിലെ പാവപ്പെട്ട രാജ്യമായിരുന്ന ബംഗ്ലാദേശ് നിരവധി ആൾക്കാർ നമ്മുടെ നാട്ടിലേക്ക് വരുമായിരുന്നു. അത് നിയമപരമായ കുടിയേറ്റമല്ല എന്നുള്ളത് നമുക്കറിയാം. അത് തടയാനുള്ള ശ്രമങ്ങളും ഈ ബന്ധവുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ പ്രശ്നം കുറച്ച് സങ്കീർണമായൊരു സാഹചര്യത്തിലേക്കാണ് എത്തിച്ചിരിക്കുന്നത്. കാരണം പ്രധാനമന്ത്രിയെ പുറത്താക്കുന്നത് വഴി, ഷെയ്ഖ് ഹസീനയെ പുറത്താക്കുന്നത് വഴി അവിടുത്തെ രാഷ്ട്രീയ രംഗത്തുണ്ടായൊരു മാറ്റം മാത്രമല്ല, ആഭ്യന്തരമായ ഒത്തിരി മാറ്റങ്ങൾ ആ സംസ്ഥാനത്തുണ്ടായി. അതിൽ ഒരു പരിധിവരെ പറഞ്ഞു കഴിഞ്ഞാൽ പട്ടാളത്തിന് ഒരു പങ്കുണ്ട്, അവിടുത്തെ തീവ്രവാദി വിഭാഗങ്ങൾക്ക് ഒരു പങ്കുണ്ട്, അഴിമതിക്ക് എതിരെ നിൽക്കുന്ന സിവിൽ സൊസൈറ്റി ഗ്രൂപ്പുകൾക്കും പങ്കുണ്ട്. അത് ആ രീതിയിൽ സിവിൽ സൊസൈറ്റിയുടെ പ്രവർത്തനം നമ്മൾ ശ്ലാഘനീയമാണ്. പക്ഷേ മിലിറ്ററിയുടെ താല്പര്യങ്ങൾ അങ്ങനെയല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ താല്പര്യം അങ്ങനെയല്ല. അവിടുത്തെ ന്യൂനപക്ഷങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ന്യൂനപക്ഷ ധ്വംസനം നടക്കുന്ന ഒരു രാജ്യമായിട്ട് ബംഗ്ലാദേശ് ഇനി മാറിക്കൂടാതില്ല. അങ്ങനെ വരുമ്പോൾ ഇന്ത്യക്ക് അത് എങ്ങനെ നിലനിർത്താൻ കഴിയും? പ്രത്യേകിച്ച് നമ്മുടെ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് അനുസരിച്ച് ന്യൂനപക്ഷങ്ങൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർ, പ്രത്യേകിച്ച് ബംഗ്ലാദേശ്, പാകിസ്ഥാൻ ഈ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് നമ്മൾ അഭയം കൊടുക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഇനിയും തുടർന്നും കൊടുക്കേണ്ടി വരുമോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ചുരുക്കത്തിൽ അവിടുത്തെ ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമെല്ലാം പലായനം ചെയ്ത് ഇന്ത്യയിലേക്ക് വന്നാൽ അത് ഈ ബന്ധങ്ങളെ തീർച്ചയായിട്ടും ബാധിക്കും. മറ്റു ചില പ്രശ്നങ്ങൾ കൂടി എടുത്തു പറയേണ്ടതുണ്ട്. ചൈനയുടെയും പാകിസ്ഥാൻ്റെയും താല്പര്യങ്ങൾ, അമേരിക്കയുടെ താല്പര്യങ്ങൾ, ഇങ്ങനെ തുടങ്ങി പല കാര്യങ്ങളുണ്ട്. കാരണം വൻ ശക്തികളായ ചൈനയും അമേരിക്കയും എല്ലാം തന്നെ എപ്പോഴും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വലിയൊരു സ്വാധീനം നടത്താൻ ശ്രമിച്ചിരുന്നു. അത് അങ്ങനെയാണ് പാകിസ്ഥാൻ അമേരിക്കയുടെ നാറ്റോയുടെയോ അല്ലെങ്കിൽ സെൻറ്റോയോ ട്രീറ്റിയുടെയൊക്കെ ഭാഗമായി മാറുകയും സൈനിക ഉടമ്പടിയുടെ ഭാഗമായി മാറുകയും ശീതസമരത്തിൻ്റെ ഭാഗമായിട്ട് പാകിസ്ഥാൻ അമേരിക്കൻ ചേരിയിൽ പോയത്. പക്ഷേ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് 10-20 വർഷമായിട്ടെങ്കിലും അമേരിക്കയുമായിട്ടുള്ള ബന്ധങ്ങൾ നമുക്ക് വളരെ നന്നായിട്ട് പോകുന്നൊരു സാഹചര്യമാണ്. ആഗോളീകരണത്തിന് ശേഷം, അതോടൊപ്പം ആണവ കരാറിന് ശേഷം, 2007 ആണവ കരാറിന് ശേഷം നല്ല ബന്ധങ്ങൾ അമേരിക്കയുമായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അമേരിക്കയുടേതായ വേറെ സ്ട്രാറ്റജിക് താല്പര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ബംഗ്ലാദേശിൻ്റെ ഭാഗമായ സെൻറ്റ് മാർട്ടിൻ ഐലൻഡ് അമേരിക്ക സൈനിക അഭ്യാസത്തിനും മറ്റ് താല്പര്യങ്ങൾക്കുമായി ചോദിച്ചപ്പോൾ അത് ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി അത് തരില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞത് അമേരിക്കൻ വിദേശ നയത്തിന് ഒരു തിരിച്ചടിയായി. അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശുമായി അമേരിക്കയുടെ താല്പര്യക്കുറവ് ഫലത്തിൽ അത് ഇന്ത്യക്ക് ദോഷം ചെയ്യുന്ന സാഹചര്യത്തിലെത്തും. ഇപ്പോൾ മറിച്ച് ബംഗ്ലാദേശിലേക്ക് അമേരിക്കൻ താല്പര്യങ്ങൾ വിജയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പുതിയ ഭരണം നടത്തുന്നതെങ്കിൽ, സൈനിക മേധാവികൾ ഉൾപ്പെടെയുള്ള പുതിയ ഭരണം നടത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് ഇന്ത്യയുമായിട്ടുള്ള ബന്ധങ്ങളെ ബാധിക്കും. പിന്നെ മാത്രമല്ല, ഈ അഭയാർത്ഥികളുടെ പ്രശ്നമുണ്ട്, കുടിയേറ്റക്കാരുടെ പ്രശ്നമുണ്ട്. പിന്നെ കഴിഞ്ഞ കുറേ കാലത്തിനിടയ്ക്ക് ബംഗ്ലാദേശിന് പുരോഗതി ഉണ്ടായെന്നുള്ള വസ്തുതയാണ്. പക്ഷേ ഇപ്പോഴും പാവപ്പെട്ട ജനങ്ങൾ നിരവധിയുണ്ട്.
അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ എങ്ങനെ നേരിടുന്നു എന്നുള്ള കാര്യങ്ങളുമുണ്ട്. പിന്നെ ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് അവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ വളർച്ച ബംഗ്ലാദേശിനെ ഒരു തീവ്രവാദ സമൂഹമാക്കി മാറ്റുമോ എന്നുള്ള ഭയം ഭാരതത്തിനുണ്ട്. അതിൽ ഏറ്റവും പ്രശ്നം എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനുമെല്ലാം നിരന്തരമായി ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ എടുത്തിരുന്നു. ഈ നിലപാടിന് ബംഗ്ലാദേശും കൂടി ആയിപ്പോയാൽ ഉള്ള സാഹചര്യമെന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. അപ്പോൾ ബംഗ്ലാദേശ് ജനിച്ചപ്പോൾ മുതൽ നമ്മളുമായിട്ടൊരു നല്ല സഖ്യത്തിലായിരുന്നെങ്കിൽ ഇനി ഇന്ത്യ വിരുദ്ധ നിലപാടെടുക്കുകയാണെങ്കിൽ മറ്റൊരു അഫ്ഗാനിസ്ഥാനോ പാകിസ്ഥാനോ ആയി ബംഗ്ലാദേശ് മാറിയാൽ തീർച്ചയായിട്ടും തീവ്രവാദികളുടെ നുഴഞ്ഞുകയറ്റം നമ്മുടെ അതിർത്തികളിലുണ്ടാകും. നമ്മുടെ ദേശീയ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് കൂടുതൽ ബാധിക്കും. ചുരുക്കത്തിൽ ഒരു സമാധാനപരമായ ഒരു സമൂഹമായി ബംഗ്ലാദേശ് നിലനിൽക്കേണ്ടത് ഇന്ത്യയുടെ താല്പര്യത്തിന് ആവശ്യമാണ്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പുതിയ ഷെയ്ഖ് ഹസീനയ്ക്ക് ശേഷമുണ്ടാകുന്ന ഭരണ സംവിധാനം അത് എത്രത്തോളം കൊണ്ടുവരാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ നമുക്കെല്ലാം ആശങ്കയുണ്ട്, സംശയങ്ങളുമുണ്ട്.